രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ നടപടികൾക്ക് തുടക്കമായിരുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഗോവ, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടമായിട്ട് SIR നടപ്പാക്കുക. മുന്നോടി എന്നുള്ള നിലയ്ക്ക് ഇവിടങ്ങളിലെ നിലവിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ചു കഴിഞ്ഞുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അറിയിച്ചിരുന്നു. ബീഹാറിലെ SIR വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ 50 കോടി വോട്ടർമാരാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. ഭാരതം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 9ാമത്തെ SIR ആണ് നടപ്പാക്കുന്നത്. 20 വർഷം മുൻപാണ് അവസാനമായി നടന്നത്. ഇക്കാലയളവിൽ രാജ്യത്തെ ജനസംഖ്യ വൻതോതിൽ വർദ്ധിച്ചിരുന്നു. അനർഹരായ നിരവധി ആളുകളുടെ വോട്ടർ പട്ടികയിൽ കയറിക്കൂടുകയും അർഹതയുള്ള പലരും പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ ആരൊക്കെയെന്ന് കണ്ടെത്തേണ്ടത് ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ആവശ്യമാണ്. ഇതാണ് ബീഹാറിൽ ചെയ്തിരുന്നത്. പക്ഷേ അതിനെതിരെ അനാവശ്യ കോലാഹലങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയത്. അവർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി SIRന് അനുമതി നൽകുക തന്നെയായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അനാവശ്യ തടസ്സവാദങ്ങളും ഉന്നയിച്ചാണ് SIRനെതിരെ പ്രതിപക്ഷം ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ രംഗത്ത് വരുന്നത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കേരളത്തിൽ CPMഉം SIRനെ വിമർശിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. ബീഹാറിൽ മാത്രം 65 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്നറിയുമ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഗുരുതര സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാളിൻ്റെ കാര്യമെടുത്താൽ അനർഹരായ ലക്ഷക്കണക്കിന് വോട്ടർമാർ അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പാർട്ടി SIRനെ എതിർത്ത് പോരുന്നത്. SIR എന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കണ്ടുപിടുത്തം ഒന്നുമല്ല. പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങളാൽ BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയൊരു ദുഷ്പ്രചാരണം നടത്തി വരികയാണ്. ഇക്കൂട്ടരുടെ കള്ളത്തരങ്ങൾ സുപ്രീം കോടതിയിൽ പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. എന്നിട്ടും പിന്മാറാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരും അനധികൃത കുടിയേറ്റക്കാരും രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. ഇത്തരക്കാർ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നുമുണ്ട്. ഇവരെ വോട്ട് ബാങ്കായി കാണുന്നവരാണ് SIRനെ എതിർക്കുന്നത്. 3.5 കോടി ജനസംഖ്യ മാത്രമുള്ള കേരളത്തിലും ലക്ഷക്കണക്കിന് അനധികൃത വോട്ടർമാർ ഉള്ളതായാണ് കരുതപ്പെടുന്നത്. മരിച്ചുപോയ പലരുടെയും പേരുകൾ ഇപ്പോഴും വോട്ടർ പട്ടികയിലുണ്ട്. ജീവിക്കുന്നവർ ഈ അപരന്മാർക്ക് വേണ്ടി വോട്ട് ചെയ്യുകയാണ്. ഇരട്ട വോട്ടുകളുടെ കാര്യം പറയാനുമില്ല. ഇതിൻ്റെയൊക്കെ ആനുകൂല്യം നേടുന്നവർ കേരളത്തിലും SIRനെ എതിർക്കാൻ ഉറപ്പായുമുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അടുത്ത വർഷം ഫെബ്രുവരി 7-ന് പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സുതാര്യമാക്കുകയും ജനാധിപത്യ സംവിധാനം ശക്തമാക്കുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്.